സ്തുതി നിനക്ക്, മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. നിന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയിൽ തന്നല്ലോ നീ, നിന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ, നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായൊരും സ്തുതിക്കു യോഗ്യനും നീ, വിശ്വസ്തനും നീ എന്നും തുണയായൊരും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ, എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ, നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. സങ്കീർത്തനങ്ങൾ 41 രണ്ടാമത്തെ വാക്യം. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും, അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കാത്തവൻ എന്നൊരു വിഷയമാണ് ഒരുമിച്ച് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൊടുപ്പുറപ്പുകളെ ഭക്തനായ ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയതും പ്രബോധിപ്പിക്കുന്നതുമായ ഒരനുഭവമാണ് ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവമാണ് എൻ്റെ ദൈവം എന്നുള്ളത്. നമ്മയും ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവത്തിനായി സ്തോത്രം ചെയ്യുവാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തുകയാണ്. പ്രിയരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെതിരെ
എത്രത്തോളം ശത്രുക്കൾ എഴുന്നേറ്റാലും അവരുടെ പദ്ധതികളും അവരുടെ ഇഷ്ടങ്ങളും എത്രത്തോളം ഒരു ഭക്തനെതിരെ ഒരുക്കി കാത്തിരുന്നാലും അവരുടെ കെണിയിൽ ഭക്തൻ അകപ്പെടണമെങ്കിൽ ദൈവം വിചാരിക്കും ശത്രുക്കളുടെ ആശയും പ്രതീക്ഷകളും അറ്റുപോകും. ഭക്തനെതിരെയുള്ള ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം അവനെ ഏൽപ്പിക്കുകയില്ല. പ്രശ്നകലുഷിതമായ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ദൈവമക്കൾക്കെതിരെ കടന്നു വരാവുന്ന ജീവിത സാഹചര്യമാണ് നമ്മുടെ എല്ലാവരുടേതും. എന്നാൽ സർവശക്തനായ ദൈവം അവിടെയൊക്കെ പ്രിയരെ നമുക്ക് വേണ്ടി അത്ഭുതകരമായ നീക്കുപോക്കും പോക്കുവഴികളും ഒരുക്കി തന്നവനാണ്, ഒരുക്കി തരുന്നവനാണ്. സങ്കീർത്തനം 68 വായിക്കുന്നു, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. പ്രിയരെ, യഹോവയുടെ അഭിഷിക്തനായ ദാവീദ് തന്റെ ജീവിതാരംഭം മുതൽ നിരവധി കഷ്ടങ്ങളിൽ കൂടെ, മരണനിഴലിലും താഴ്വരയിൽ കൂടെ ഒക്കെ നടന്നു പോയവനാണ്. കാട്ടിലെ ആപത്തും വീട്ടിലെ ആപത്തും നാട്ടിലെ ആപത്തും ഒക്കെ നേരിടേണ്ടി വന്നവൻ, അതൊക്കെ സഹിച്ചവൻ. അതിനൊക്കെ നടുവിൽ ദൈവം തനിക്ക് നൽകിക്കൊടുത്ത ജയവും വിടുതലും ഉയർച്ചയും അനുഭവിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്തവനായിരുന്നു ദാവീദ് എന്ന മനുഷ്യൻ. രാജാഭിഷേകം പ്രാപിച്ചവനായിട്ടും ദൈവത്തിന്റെ പ്രിയ പുരുഷനായിരുന്നിട്ടും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായിരുന്നിട്ടും നല്ല യൗവനപ്രായത്തിൽ ശത്രുവിനെ ഭയന്ന് വീട് വിട്ട് കൂട് വിട്ട് കാട്ടിലും മരുഭൂമിയിലും ഒക്കെ ഒളിവിൽ പാർക്കുന്ന ഒരു നിലവാരം. അഭിഷേകമുള്ളവനെ പിടിച്ചുകെട്ടി വലിച്ചിഴയ്ക്കുവാൻ ശൗലും തന്റെ കിങ്കരന്മാരും തേടി നടക്കുന്ന നാളുകളിൽ ഒന്നിൽ മാവോൻ മരുഭൂമിയിൽ താൻ ഒളിച്ചു പാർക്കുന്ന ഇടത്തിനടുത്തെത്തിയ ശത്രുവായ ശൗൽ രാജാവ് തന്നെ പിടിക്കും എന്ന് കരുതിയ നേരം ഒരിക്കലും ശൗലിന്റെ കയ്യിൽ നിന്ന് താൻ രക്ഷപ്പെടില്ല എന്ന് താൻ നനച്ച നേരം വിടുവിപ്പാൻ കഴിയുന്ന ദൈവത്തോട് ഭക്തൻ ഹൃദയംഗമായി നിലവിളിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ശത്രു തന്നോട് അത്രയേറെ അടുത്തു. മാനുഷിക ചിന്താഗതിയിൽ ഒരു നിലവാരത്തിലും തനിക്ക് ശത്രുവിനെ ഒഴിഞ്ഞു മാറിപ്പോകുവാനോ ഒളിക്കുവാനോ കഴിയില്ല എന്ന് ദാവീദ് ഉറപ്പിച്ച സമയം, പെട്ടുപോയി എന്ന് നനച്ച നേരം ആത്മപ്രേരണയാൽ താൻ ഉയർത്തിയ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളിയ സർവശക്തനായ ദൈവം. ദാവീദിന്റെ പ്രാർത്ഥന, ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ദൈവമേ എന്റെ അടുക്കൽ വേഗം വരണമേ, ശത്രു എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. നീ തന്നെ എനിക്ക് സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. യഹോവേ താമസിക്കരുത്. 70 സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. ദാവീദിന്റെ ഹൃദയം തകർന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം അവിടെ നൽകി. ദൈവം എഴുന്നേറ്റു, ശത്രു ചിതറിപ്പോയി. ദാവീദിന്റെ ശത്രുവിന്റെ ഇഷ്ടത്തിന് അവനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തില്ല എന്ന സന്ദേശമല്ലേ ദൈവമക്കളെ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് നൽകി തരുന്നത്? ദൈവം തന്റെ അഭിഷക്തനെ വിടുവിപ്പാൻ ചെയ്തത് വ്യത്യസ്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ശൗലിനെ തേടി ഒരുവൻ ഓടി വന്നു. ശൗലിനോട് പറഞ്ഞത്, ക്ഷണം വരേണം, ഫെലിസ്തീയർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ദാവീദിനെ പിന്തുടരുന്നത് മതിയാക്കി ശൗൽ ഫെലിസ്തീയരുടെ നേരെ പോയി. ഭക്തന് നേരെ തിരിഞ്ഞ ശൗലിന് നേരെ ദൈവം ഫെലിസ്തീയരെ വരുത്തി യുദ്ധം ചെയ്യിച്ചു. ഭക്തൻ അപ്രകാരം വിടുവിക്കപ്പെട്ടു. പ്രിയരെ, തന്നോട് നിലവിളിച്ച ദാവീദിനെ വിടുവിക്കുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എത്ര അഗോചരമായതാണ്. ശൗൽ ദാവീദിനോട് ഏറ്റവും അടുത്തായിരുന്നുവെങ്കിലും താൻ പെട്ടെന്ന് കേട്ട വാർത്തയാൽ ദാവീദിനെ തിരയുന്നത് മതിയാക്കി തിരിച്ചു പോകേണ്ടി വന്നു. എങ്കിലും ദൈവം അവനെ അവന്റെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. കർത്താവ് തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്നും വിടുവിക്കുന്നു. പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും എന്നാണ് തിരുവചനം വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് ജയം നൽകി തരുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ പരിപാലനം എത്ര വലിയതാണ്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ.
നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കും. കൂടപ്പുറപ്പുകളെ, ശത്രുവിന്റെ കെണിയിൽ നാം കുടുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഒരുപക്ഷെ നിങ്ങൾ പെട്ടുപോകും, രക്ഷപ്പെടാൻ ഇനി കഴിയില്ല എന്ന് പറയാവുന്നവണ്ണം പ്രശ്നം നിങ്ങളോട് അടുത്തു, വെടിവെപ്പാൻ ആർക്കും കഴിയില്ല എന്ന് ചിന്തിക്കാവുന്ന, എന്ന് പറയാവുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്നുണ്ടാവും. എന്നാൽ ഹൃദയംഗമായി വെടിവെപ്പാൻ, രക്ഷിപ്പാൻ കഴിയുന്നവനോട് ദാവീദിനെ പോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശത്രുവിന്റെ ഇഷ്ടത്തിന് അവൻ നിങ്ങളെ ഏൽപ്പിക്കുകയില്ല. പ്രശ്നം മാറിപ്പോകും, പ്രശ്നം പിന്മാറിപ്പോകും. വൈരി നിങ്ങളെ വിട്ട് അവന് നേരെ കർത്താവ് വരുത്തിയ മറ്റൊരു വിഷയത്തെ നേരിടാൻ നിങ്ങളെ വിട്ട് അവൻ പോകേണ്ടി വരും. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതി കെട്ടവരെ, വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ എന്നാണ് 2 പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്. അതേ പ്രിയരെ, നാം സേവിക്കുന്ന ദൈവം ജീവിക്കുന്നു. അവൻ ഇന്നും തന്റെ ഭക്തന് വേണ്ടി എഴുന്നേൽക്കുന്നു. ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത കർത്താവിന് പ്രിയരെ ഹൃദയംഗമായി നന്ദി അർപ്പിക്കുക, സ്തോത്രം അർപ്പിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന്റെ തിരുവചനം ശ്രദ്ധയോടെ ഞങ്ങൾ കേട്ടു, ധ്യാനിച്ചു. അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ശത്രുവിന്റെ ഇഷ്ടത്തിന് ഭക്തനെ ഏൽപ്പിക്കാത്ത ദൈവമാണെന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ ആ വാഗ്ദത്തം ഞങ്ങളുടെ മേൽ വീണ്ടും നിറവേറ്റുവാൻ പോകുന്ന വൻകൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ശത്രുവിന്റെ ആശ പൊയ്പോകട്ടെ. ദൈവത്തിന്റെ പദ്ധതി ഞങ്ങളിൽ നിറവേറ്റപ്പെടട്ടെ. ഇന്നിന്റെ വിടുതലുകളും മറുപടികളും ചോദിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് വലിയ വിടുതലും അനുഗ്രഹവും കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. മഹത്വം അങ്ങയ്ക്ക് ഉയർത്തപ്പെടട്ടെ. മാനവമഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് ഇവിടെ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുവേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുവേ. നാദാ, നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുവേ.